ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ 3 വർഷത്തോളം ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഒരൊറ്റ മത്സരം പോലും കളിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത താരമാണ് നെയ്മർ ജൂനിയർ. കാത്തിരിപ്പുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ നെയ്മർ ജൂനിയർ തിരിച്ചെത്തി. സ്കോട്ട്ലാൻഡിനെതിരെ 76ാമത്തെ മിനിറ്റ് മുതലാണ് നെയ്മർ ജൂനിയർ കളിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് അദ്ദേഹത്തിനും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധകർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഇതേക്കുറിച്ച് നെയ്മർ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് തൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു, നല്ല പേടിയുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ വേൾഡ് കപ്പിലെ അരങ്ങേറ്റത്തെക്കുറിച്ച് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കളിക്കളത്തിലേക്ക് വന്നപ്പോൾ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു, നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ അരങ്ങേറാൻ കഴിഞ്ഞതിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോൾ 100% ഓക്കെ ആയി കഴിഞ്ഞു. ഇതാണ് നെയ്മർ ജൂനിയർ മത്സരശേഷം പറഞ്ഞിട്ടുള്ളത്. താനിപ്പോൾ പൂർണ്ണ ഫിറ്റ്നസ്സൊക്കെ വീണ്ടെടുത്ത് ഓക്കെ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് എന്നുള്ള ശുഭകരമായ ഒരു കാര്യമാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വളരെ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമാണ് നെയ്മർ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ 3 കീ പാസുകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 3 ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു എന്നാണ് കണക്കുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രകടന മികവ് പൂർണ്ണമായും വീണ്ടെടുക്കേണ്ടതുണ്ട്. അടുത്ത മത്സരത്തിൽ നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി സ്റ്റാർട്ടിംഗ് 11-ൽ തന്നെ ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.